13-4 വരെ റിമാൻഡാണ്. ജാമ്യാപേക്ഷ ഇന്ന് വാദം കേൾക്കും. ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വാദം കേൾക്കും. ഇല്ല, ഇപ്പൊ ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്. ആ കംപ്ലൈനന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ടേ വാദം അതെ, എറണാകുളം സബ് ജയിലിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ പരിഗണിക്കും. ഇന്ന് രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ പരാതിയിൽ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൽ കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അത് കോടതി കിടക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല, ഇത് റെഗുലർ ബെയിലാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഇല്ല, കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് അറിയുന്നത്. അതെ. ഇതിനു മുമ്പായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ല, ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അറിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്, സ്പൈൻ സർജറി കഴിഞ്ഞതാണ്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വാദം പറയുമ്പോൾ ഇല്ല, അത് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നമ്പർ 1-ലാണ്. ഇതെന്തുകൊണ്ടാണ് തീരുമാനിക്കണ്ടേ ഈ അഭിഭാഷകൻ എത്താൻ വൈകി എന്നുള്ളൊരു വൈകാൻ എന്താ സാഹചര്യം ഉണ്ടായത്? ഇല്ല, നേരെ വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് രാവിലെ വരെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞത്. പക്ഷെ അവർ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെ, അതുകൊണ്ടാണ്. ജാമ്യാപേക്ഷയിൽ നമ്മൾ എന്താ പറയുന്നത്? ഇല്ല, ജാമ്യാപേക്ഷയിൽ ലീഗലായിട്ട് സാധാരണ പറയുന്ന കണ്ടീഷൻസ് വാദത്തിലാണ് കൂടുതൽ. ജാമ്യം കിട്ടേണ്ടതായിരുന്നു എന്നാണ് കരുതുന്നത്. കോടതിയല്ലേ തീരുമാനിക്കുന്നത്.